عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين لا عدوان إلا على الظالمين. نحمده ونستعينه ونستغفره ونتوب إليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولو بسط الله الرزق لعباده لبغوا في الأرض ولكن ينزل بقدر ما يشاء إنه بعباده خبير بصير. وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കാൻ സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ എന്തെല്ലാം നേട്ടങ്ങളുണ്ട്, വലിയ അഹങ്കാരികളായിക്കൊണ്ട് ജീവിക്കുകയാണ് എങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ്റെ നിസ്സഹായത ബോധ്യപ്പെടുന്നതാണ് ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം അതാണ്. നമ്മളൊക്കെ പല ഘട്ടങ്ങളിലും അത് അനുഭവിച്ചതാണ്. എത്ര പുരോഗതിയിലാണോ, വലിയ നിലവാരമുള്ളവരാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ നിസ്സാരത ബോധ്യപ്പെടുന്ന കാര്യമാണ്.
ഒരു രോഗം വന്നിട്ടുണ്ട് എങ്കിൽ, മഴ വർഷിക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ, ഇനി പെയ്യുന്ന മഴ ഒന്ന് ശക്തമായി അത് നിലനിൽക്കുകയാണ് എങ്കിൽ, ഇങ്ങനെ പല ഘട്ടങ്ങളിലും നമ്മുടെ നിസ്സഹായത ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഖേദിച്ചു മടങ്ങുക, വിനയമുള്ളവരാവുക, അഹങ്കാരം വെടിയുക എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്ന ഏത് ആവശ്യങ്ങൾക്കും മിൻ ഹൈരിൻ ഫഖീർ, നമ്മൾ ആവശ്യക്കാരാണ്, നമ്മൾ ദുർബലരാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമി വരണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ആകാശത്തു നിന്ന് മഴ തടയപ്പെടുന്ന അവസരങ്ങളിൽ ആളുകളെയുമായി ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രത്യേകമായി നമസ്കാരം നിർവഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ വിനയാന്വിതരായിക്കൊണ്ട് മുതബദ്ദിലൻ മുതവാളിഅൻ മുതഹശ്ശിഅൻ മുതളർരിഅ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയാന്വിതരായി അങ്ങേയറ്റം കീഴ്വണക്കത്തോടുകൂടി ഭയപ്പാടോടുകൂടി അള്ളാഹുവിന് വിധേയമായിക്കൊണ്ട് ഇനി അങ്ങോട്ട് റബ്ബിന്റെ മുമ്പിൽ വണങ്ങുവാനും അവന് കീഴൊതുങ്ങുവാനും എല്ലാ തരത്തിലുള്ള അഹങ്കാരങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു തുള്ളി വെള്ളത്തിന് ഏറെ വിലയുള്ളവനാണ് എന്ന തിരിച്ചറിവോട് കൂടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ അതിനു വേണ്ടി പ്രേരിപ്പിക്കുമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ആ രൂപത്തിലായിരുന്നു. അങ്ങേയറ്റത്തെ വിനയം കാണിക്കുവാൻ ഏറെ താല്പര്യപ്പെടുന്ന സന്ദർഭമായിരുന്നു ആകാശത്ത് നിന്ന് അള്ളാഹു മഴ തടഞ്ഞു വെക്കുന്ന സാഹചര്യത്തിൽ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ മരീഅൻ നാഫിഅൻ ഗൈറ ളാരിൻ, അല്ലാഹുവേ നാഥാ നീ ഞങ്ങൾക്ക് വെള്ളം നൽകണമേ. ഗൈസൻ മുഗീസൻ മരീഅൻ, സമൃദ്ധമായിട്ടുള്ള നല്ല മഴയെ നീ ഞങ്ങൾക്ക് നൽകണമേ. നാഫിഅൻ, ഉപകാരപ്രദമായിട്ടുള്ള ഗൈറ ളാരിൻ, ഒരു പ്രയാസമുണ്ടാകുന്ന ഉപദ്രവകാരിയായിട്ടുള്ളതല്ല. അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ ഗനിയ്യു വ നഹ്നുൽ ഫുഖറാ, അല്ലാഹുവേ നീയാകുന്നു സർവ്വ ഐശ്വര്യങ്ങളുടെയും ഉടമയായിട്ടുള്ളവൻ, ഞങ്ങൾ ദരിദ്രരാണ്, നിസ്സഹായരാണ്, ഞങ്ങൾ ഒന്നിനും കഴിവില്ലാത്തവരാണ്, നീയല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. അൻസിൽ അലൈനൽ ഗൈസ വജഅൽ മാ അൻസൽനാഹു ലനാ ഖുവ്വതൻ വ ബലാഅ, ഞങ്ങൾക്ക് നീ നിന്റെ അനുഗ്രഹമാകുന്ന മഴ വർഷിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ശക്തിയുള്ളവരാക്കണമേ, ഞങ്ങൾക്ക് അഭിവൃദ്ധി നൽകണമേ. അല്ലാഹുമ്മ ഇന്നാ അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ, ആ മഴ കൊണ്ടുണ്ടാകുന്ന എല്ലാ നന്മകളെയും നിന്നോട് ചോദിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ നിന്നോട് രക്ഷ തേടുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഅദബിക, നിന്റെ കോപം കൊണ്ട് നീ ഞങ്ങളെ കൊന്നുകളയരുതേ. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഅദബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക, നിന്റെ ശിക്ഷ കൊണ്ട് നീ ഞങ്ങളെ നശിപ്പിച്ചു കളയരുതേ. വഅഫ്നാ ഖബ്ല ദാലിക, എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. സുബ്ഹാനല്ലദീ യുസബ്ബിഹു ബിറഅദു ബിഹംദി, ഇടിമിന്നലുകൾ അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അവന്റെ പ്രകീർത്തനങ്ങൾ നടത്തുന്നു. വൽ മലായികതു മിൻ ഹൈഫതി, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് മലായികത്തുകളും അല്ലാഹുവിന് പ്രകീർത്തനങ്ങൾ നടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധരിക്കുന്ന സ്വയ്യിബൻ നാഫിഅ, ഉപകാരപ്രദമായിട്ടുള്ള മഴയ്ക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനകൾ നമുക്ക് കാണാം. സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറുകളിൽ നിന്ന് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാറില്ല. മഴയില്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൈകളും ആകാശത്തേക്ക് നീട്ടിക്കൊണ്ട് പ്രവാചകന്റെ
കച്ചത്തുള്ള വെളുപ്പ് കാണുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രവാചകനെ നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ നമ്മൾ ഫുഖറാക്കളാണ്, നമുക്ക് യാതൊരു നിർവാഹവുമില്ല. നിങ്ങളുടെ വെള്ളം അങ്ങ് വറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ ആ വെള്ളം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആരാണ് ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. അള്ളാഹുവിനോട് ഏറ്റവും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മൾ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, വെള്ളിയാഴ്ചകളിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ആ വിശുദ്ധ ഖുർആൻ സൂറത്തു കഹ്ഫിൽ ഒരു 2 തോട്ടക്കാരുടെ അവസ്ഥ പറയുന്നുണ്ട്. അള്ളാഹു ഒരാൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകുകയാണ്. 2 തോട്ടങ്ങൾ ഒരുമിച്ച് നൽകുന്നു. അതിനിടയിലൂടെ ഏറ്റവും സമൃദ്ധമായി വെള്ളം ഒലിക്കുന്ന ഒരു അരുവി നൽകുന്നു. അങ്ങനെ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഇടപെടകളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം ഒരു മനുഷ്യന് നൽകുന്നു. അങ്ങനെ അവന്റെ തോട്ടത്തിൽ കയറുന്ന സന്ദർഭത്തിൽ അവൻ അഹങ്കാരിയായി മാറുകയാണ്. അവൻ വിചാരിക്കുന്നത് എന്റെ ഈ തോട്ടം എന്നുള്ളത് ഇതൊക്കെ എനിക്ക് എന്നും കിട്ടും എന്നുള്ളതാണ്, ഇതൊക്കെ എന്നും നിലനിൽക്കുമെന്നാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നു പോകുന്ന രൂപത്തിൽ അവൻ മറ്റുള്ള ആളുകളെ, അവന്റെ മറ്റൊരു സുഹൃത്തുണ്ട്, അള്ളാഹു അവന് ദരിദ്രനാക്കുകയാണ്. ഒന്നും അവന് നൽകിയിട്ടില്ല. ഒരാൾക്ക് ദഖലൽ ജന്നത്തൈനി 2 തോട്ടങ്ങൾ ഒരുമിച്ച് നൽകി. അവന്റെ സുഹൃത്തിന് അള്ളാഹു പരീക്ഷണാർത്ഥം ഒന്നും നൽകിയില്ല. അത് ഈ ലോകത്തിന്റെ വ്യവസ്ഥയാണ്. ചില ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ വരുമാന മാർഗങ്ങൾ ഒരുമിച്ച് നൽകും. മറ്റു വിഭാഗം ആളുകൾക്ക് ഒരു വിഭാഗത്തിന് ഒന്നും നൽകിയില്ല. സാമ്പത്തികമായിട്ട് അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഭൗതിക വിഭവങ്ങളുടെ കമ്മിയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ 2 രൂപത്തിലുള്ള പരീക്ഷണങ്ങളും ഇവിടെ ഉണ്ടാകും. 2 ആയിരുന്നാലും പരീക്ഷണമാണ്. എന്നാൽ ആ മനുഷ്യൻ അഹങ്കാരം മൂക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള, പരലോകത്തെ മറന്നുകൊണ്ടുള്ള അവൻ തർക്കങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് തന്റെ സുഹൃത്തുമായി. എന്നെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു, നിന്നെക്കാളുമൊക്കെ സന്താനങ്ങളുള്ള, ആളുകളുള്ള, അർത്ഥമുള്ളത് ഞാനാണ് എന്ന് അഹങ്കരിക്കുകയാണ്. ഇനി അഥവാ നിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ഞാൻ അഥവാ എനിക്ക് തോട്ടം നഷ്ടപ്പെടുകയാണ് എങ്കിൽ ഇതിനേക്കാളും ഒക്കെ വലുത് എനിക്ക് റബ്ബിന്റെ അടുക്കൽ കിട്ടുകയും ചെയ്യും എന്നും പടച്ചോനെ ആദരിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിഅമത്തുകളെ മറന്നുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഇല്ലാതാക്കിയിട്ട് ഈ വെള്ളം വറ്റിപ്പോയി കൃഷി നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത്. നീ ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെ ഓർക്കണമായിരുന്നു എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, ഒരു ചരിത്രം തന്നെ വിശുദ്ധ ഖുർആൻ ഉദ്ഭവിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശൂറയിലൂടെ പറയുകയാണ്, അല്ലാഹു വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഉ ഫിൽ അർളി വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ. മനുഷ്യർക്ക് അവരുടെ ഉപജീവന മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് വിശാലമാക്കി കൊടുത്താൽ ഒന്നിനും ഒരു മുട്ടുമില്ല, ഒരു കുറവുമില്ല, എല്ലാം സമൃദ്ധിയായിട്ട് അവർക്ക് അങ്ങ് വിശാലമാക്കി കൊടുക്കുകയാണ് എങ്കിൽ അവൻ ഈ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുന്നവരായിരിക്കും. പടച്ചോനെ അങ്ങോട്ട് മറക്കും, അള്ളാഹുവിനെ അങ്ങോട്ട് മറന്ന രൂപത്തിൽ റബ്ബിനോടുള്ള കടമകൾ നിർവഹിക്കാതെ യാതൊരു നന്ദി കെട്ടവനായി മനുഷ്യൻ മാറും. മനുഷ്യൻ റബ്ബിനോട് ഏറെ നന്ദി കെട്ടവനാണ്. അതിനുള്ള കാരണം പറയുന്നു, മനുഷ്യന് സമ്പത്തിനോടുള്ള അമിതമായ പ്രേമം, അതിനോടുള്ള ഭ്രമം കാരണം മനുഷ്യൻ നന്ദി കെട്ടവനായി തീർന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്താണ് ചില സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയിട്ടുള്ള നിഅമത്തുകളെ അവൻ തടഞ്ഞു വെക്കുന്നത്?
അത് എടുത്തു കളയുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ് വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ അല്പാൽപമായി കൊണ്ട് ഒരു തോതനുസരിച്ചു കൊണ്ടാണ് ഓരോരുത്തർക്കും നൽകുന്നതും. ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വാക്കുകൾ നമുക്ക് സുപരിചിതമാണ്. ഹാദാ മിൻ ഫളിൽ റബ്ബി, അത് നമുക്ക് സുപരിചിതമാണ്. അതിനുശേഷം ആ ആയത്തിന്റെ ബാക്കി നമുക്ക് കാണാം. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് അത് നമ്മൾ പൂർണ്ണമായിട്ടും എഴുതി വെക്കാറില്ല എവിടെയും. ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, എന്നോട് റബ്ബ് കാണിച്ചിട്ടുള്ള ഔദാര്യമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ ബാക്കി എഴുതണം നമ്മൾ, ബാക്കി സ്റ്റിക്കർ ഒട്ടിക്കണം നമ്മൾ. എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന്. ഈ രൂപത്തിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നും യാതൊരു മുട്ടുമില്ലാതെ നമ്മളിങ്ങനെ ഷവർ തുറന്ന് പൈപ്പുകൾ ഓണാക്കി നമ്മുടെ ആവശ്യങ്ങളൊക്കെ പരിപൂർണമായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ അവിടെയൊന്നും നമ്മൾ അള്ളാഹുവിനെ ഓർക്കില്ല. ഇത്രയും കാലം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ചളി ഇങ്ങനെ ഊറാൻ തുടങ്ങുന്ന സമയത്താണ്, വെള്ളം പൈപ്പിൽ വരാതിരിക്കുന്ന നേരത്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലാഹ് പറയാണ് നിങ്ങൾ വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ. ഇങ്ങനെ ചില നിയന്ത്രണങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തുന്നത് നിങ്ങൾ അഹങ്കാരികളാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായി കണ്ടറിയുന്നവനാകുന്നു. ഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻഷുറു റഹ്മതഹു. ഹുവല്ലദീ, അവനാകുന്നു, ഹുവല്ലദീ അവനാകുന്നു, യുനസ്സിലുൽ ഗൈസ മഴ വർഷിപ്പിച്ചു തരുന്നവൻ അവനാകുന്നു. മിൻ ബഅദി മാ ഖനതു, നിങ്ങൾ നിരാശരായതിനു ശേഷം, നിങ്ങൾ ആകെ അസ്വസ്ഥരായി നിരാശരായി വപ്രാളപ്പെട്ട് അള്ളാഹുവിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ തിരിയുന്നത് വരെ, കൈകൾ ഉയർത്തുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നിരാശയ്ക്ക് ശേഷം നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നവർ അവനാകുന്നു. വയൻഷുറു റഹ്മതഹു, അവന്റെ കാരുണ്യം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത് അവനാകുന്നു. വഹുവൽ വലിയുൽ ഹമീദ്, അവനാണ് നിങ്ങളുടെ രക്ഷാധികാരിയായിട്ടുള്ളത്, അവനാണ് നിങ്ങൾക്ക് വരമേൽപ്പിക്കുവാൻ സ്തുത്യർഹനായിട്ടുള്ള രക്ഷാധികാരി. അവനായിരിക്കണം. ഇവിടെ എല്ലാ മനുഷ്യരുടെയും അഹങ്കാരങ്ങൾ, എല്ലാ അധികാരങ്ങളും അഹങ്കാരങ്ങളും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു രംഗമാണ്. ആകാശത്തു നിന്ന് ചില രാജ്യങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സൊമാലിയെ പോലെ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് ആ രൂപത്തിലുള്ള പട്ടിണികളും ദാരിദ്ര്യവും അവർ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? അവർക്ക് വർഷങ്ങളായിട്ട് മഴ വർഷിച്ചിട്ട് 6-8 വർഷങ്ങളൊക്കെ കൂടുന്ന സമയത്താണ് ഒരു മഴയുടെ നാം അവിടേക്ക് കടന്നു വരുന്നതും ജനങ്ങൾക്ക് താമസിക്കുവാൻ പറ്റാത്ത രൂപത്തിലുള്ള അവസ്ഥകളിൽ അവരായിത്തീരുകയും പട്ടിണി കോലങ്ങളായി തീരുകയും ചെയ്യുന്ന മണ്ണുകൾ കൊണ്ട് അപ്പങ്ങളുടെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ചു പോയിട്ടുള്ളത് എന്താണ് എന്ന് ചില ചരിത്രങ്ങളിലേക്ക് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അഹങ്കാരങ്ങളുടെയും ആഫ്രിക്കൻ ഈജിപ്തിന്റെ രാജ്യങ്ങളിൽ, റോമയുടെയും പേർഷ്യയുടെയും രാജ്യങ്ങളിൽ, അതേപോലെ തന്നെ ഫിർഔനുമൊക്കെ ഹാമാനും ഖാറൂനുമൊക്കെ കടന്നുപോയിട്ടുള്ള പ്രദേശങ്ങളാണ്. പിന്നീട് അല്ലാഹുവിന്റെ കടുത്ത ശിക്ഷകൾ കടന്നു വരുവാൻ എന്താണ് കാരണമെന്നും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ കീഴ്മേൽ മറിച്ചിട്ടുള്ള പ്രദേശങ്ങൾ, ആ ജോർദാനിന്റെ പ്രദേശങ്ങൾ അവിടെയുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധിക്കാരപരമായിട്ടുള്ള റബ്ബിന്റെ നിയമങ്ങളെ പറത്തിക്കൊണ്ട്, കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നിയതുപോലെ ജീവിച്ചതിന്റെ പരിണിത ഫലങ്ങളായിരുന്നു എന്ന് ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങൾ അവിടെ നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് തൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ സമയമായിട്ടുണ്ട്. റബ്ബിന്റെ കാരുണ്യത്തിന് വേണ്ടി വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്നുള്ളത്. വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ, അതിൽ എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യാപിപ്പിച്ചു. വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ, അതിനെ എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടാൻ
റബ്ബിന്റെ മുമ്പിലേക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനാണ്. വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, ആ അനുഭവിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് വമാ അസാബകും മിൻ മുസീബത്തിൻ ബിമാ കസബത് ഐദീകും, നിങ്ങളുടെ തന്നെ പ്രവർത്തനങ്ങളുടെ ഫലമാണ്, നിങ്ങളുടെ പ്രവർത്തന ഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള വവളഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. ഈ ലോകത്തിന് ഇവിടെ ഈ ജീവിതത്തിൽ നമ്മുടെ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ മീസാനുകളെ നമ്മൾ കേറി നമ്മുടെ അമിതമായ ലാഭങ്ങൾക്ക് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യർ അതിൽ കൈകടത്തലുകൾ നടത്തുന്നു. ആ സമയത്താണ് നമ്മുടെ തന്നെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ചെറിയ വിലക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ വാങ്ങിയിട്ട് അവിടെ നിന്ന് പലതിന്റെയും പേരിൽ മലകളും അതുമൊക്കെ നശിപ്പിച്ചുകൊണ്ട് എന്നിട്ട് കൈക്കൂലി കൊടുത്ത് അതിനെ വലിയ വരുമാന മാർഗമാക്കിയിട്ട് ഇവിടെ വെള്ളങ്ങൾ നിൽക്കേണ്ട സ്ഥലങ്ങളെ അതിനെ മണ്ണിട്ട് തൂർക്കുകയും വെള്ളങ്ങൾ നിൽക്കേണ്ടെന്ന മലമേടുകളെ അതിനെ തകർക്കുകയും ചെയ്യുമ്പോൾ പ്രളയമുണ്ടാകും എന്നുള്ളതും ജലക്ഷാമം നേരിടാൻ കാരണമായിട്ടുള്ളത് നമ്മൾ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ വലിയ മാഫിയകളായി വളർന്നുകൊണ്ടിരിക്കുമ്പോ അതിനെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ കൂട്ടും ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ നാം അതിന്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നാം എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ തന്നെ പ്രവർത്തിച്ചിട്ടുള്ളതിന്റെ ഭാഗമാണ് എന്നുള്ളത് നമുക്ക് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു തരികയാണ്. വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദ്, നിങ്ങൾ ഈ ഭൂമിയിൽ അങ്ങ് എല്ലാ അധികാരവും നൽകിയവരാണ് എന്ന് നിങ്ങൾ കരുതരുത്. ആരും നിങ്ങളെ ചോദിക്കാനില്ല, നിങ്ങളെ നിയന്ത്രിക്കാനില്ല എന്ന് നിങ്ങൾ കരുതരുത്. അധികാരമുണ്ട് എന്ന് കരുതി അല്ലെങ്കിൽ എന്റെ സ്വത്താണെന്ന് കരുതി അതിന് ഒരു നീതിയും നോക്കാതെ അതിനെ ഉപയോഗിക്കുവാൻ പാടില്ല. റബ്ബിൻ്റെതാണ് എന്നുള്ള ബോധത്തോടു കൂടി കൈകാര്യം ചെയ്യണം. വമാലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ഇനി എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട് എങ്കിൽ ഇവിടെ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളതും? അല്ലാഹു അല്ലാതെ. ഇവിടെ വെള്ളമില്ലാത്ത സാഹചര്യം വരുന്ന സമയത്ത് ഇവിടെ മറ്റുള്ള ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് കൈ ഉയർത്തുന്നവർ എത്ര ആളുണ്ട്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കുന്നവർ, റബ്ബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവർ, അവനിൽ നിന്ന് പ്രതീക്ഷകളും അവന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്നവരായിട്ട് എത്ര ആളുകളാണുള്ളതും. എന്നാൽ അതിനേക്കാളും ഉപരിയായിട്ട് അള്ളാഹു അല്ലാത്ത മറ്റിതര സൃഷ്ടികളോട് ദുആ ചെയ്യുന്നവർ, അവരിൽ നിന്ന് അനുഗ്രഹങ്ങളെ ബർക്കത്തുകളെ പ്രതീക്ഷിക്കുന്നവർ, അവരിലൂടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി മഹാന്മാരെ നിശ്ചയിക്കുന്നവർ, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെ അവരൊക്കെ എവിടെ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയത്ത് അവര് പോലും വെള്ളം കിട്ടാതെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരുണ്ട്? ഏത് മനുഷ്യ ദൈവങ്ങളുണ്ട്? അതല്ലെങ്കിൽ മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടികളുണ്ട്, ജീവജാലങ്ങളുണ്ട്, പശുക്കൾ ഉണ്ടാകുമോ, അതല്ല മറ്റു കന്നുകാലികൾ ഉണ്ടാകുമോ? ആരുണ്ട് നമ്മെ സഹായിക്കുവാൻ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ആരുണ്ട് നിങ്ങളെ സഹായിക്കുവാൻ? അവിടെയാണ് അള്ളാഹുവിന് പുറമെ വമാലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, നിങ്ങളെ സഹായിക്കുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. ഇവിടെ ലോകത്തിന് സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടാവില്ല എന്ന് ദൈവത്തെ തന്നെ നിഷേധിക്കുന്ന ആളുകൾ നിലനിൽക്കുമ്പോ, അതല്ല അള്ളാഹുവിന് പുറമെ മറ്റിതര ജീവജാലങ്ങളെയും സൃഷ്ടികളെയും പൂജിച്ചു കൊണ്ടിരിക്കുന്നവർ, അവരെ ഈ സത്യത്തിന്റെ മാർഗത്തിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ടുന്ന ഉത്തരവാദിത്തമുള്ള ആളുകൾ, അവരൊക്കെ അവരവരുടെ കാര്യങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ കടന്നു വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് വിനയാന്വിതരായിക്കൊണ്ട് വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, അല്ലാഹുവിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകണമെന്നുണ്ട് എങ്കിൽ വലൗ അന്ന അഹ്ലൽ ഖുറാ, ആ ഗ്രാമീണരായിട്ടുള്ള ആളുകൾ
അവർ അല്ലാഹുവെ സൂക്ഷിച്ച് ഈമാനോടുകൂടി ജീവിക്കുകയായിരുന്നുവെങ്കിൽ ലഫതഹിനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും അനുഗ്രഹം അവർക്ക് നാം വർഷിപ്പിച്ചു കൊടുക്കുമായിരുന്നു. വലാകിൻ കസ്സബൂ, എന്നാൽ അവർ നിഷേധികളായ സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന്. അല്ലാഹുവിന്റെ ശിക്ഷ റബ്ബിൽ തഖ്വ പാലിക്കുന്ന ആളുകൾ മാത്രമാണ് ഒരു മാർഗമാണ് നമുക്ക് മുമ്പിൽ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യുവാനുള്ളത്. ആ ഈമാനും തഖ്വയുമാണ്. ആ തഖ്വയോടുകൂടി പാപമോചനത്തോടുകൂടി വഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും, അല്ലാഹുവിന്റെ ശിക്ഷ കടന്നു വരുന്നതിന് മുമ്പായിട്ട് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത് ഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടണം. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ആകാശത്ത് നിന്ന് സമൃദ്ധമായിട്ടുള്ള വർഷം മഴ അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ്. റബ്ബിലേക്ക് പാപമോചനം തേടുക എന്നുള്ളതും നമ്മൾ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതും ഈ ഇമാം ബുഖാരി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ബാബിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇബാബു ഇഖാമത്തിൽ ഹുദൂദി വൻതിഖാമിൽ ഹുറമാത്തില്ലാ, അല്ലാഹ് നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനുഷ്യൻ കൂടുതലായി അടുക്കുന്ന സാഹചര്യത്തിലാണ് അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള മനുഷ്യ, അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള വ്യഭിചാരം, അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള കൊള്ളകളും അതേപോലെ തന്നെ പൂഴ്ത്തിവെപ്പുകളും, ഇങ്ങനെ സാമ്പത്തിക രംഗത്തുള്ള ക്രമക്കേടുകൾ, ഇങ്ങനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ കാതുകൾ കൊണ്ട് അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള മ്യൂസിക്കുകളും പാട്ടുകളും മറ്റുള്ള എല്ലാ വൃത്തികേടുകളും നമ്മൾ കൂടുതലായിട്ട് റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു ചെല്ലുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖാമത്തുൽ ഹുദൂദി വൻതിഖാമി, അല്ലാഹു അവന്റെ ശിക്ഷാ നടപടികളുമായി കൊണ്ട് കടന്നു വരുന്നത് എന്നും. അതുകൊണ്ട് ഹറാമില്ലാത്ത ഹറാമുകളിൽ നിന്ന് കഴിവിന്റെ പരമാവധി വിട്ടു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം, സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതമാണ് ഏറ്റവും വലിയ പരിഹാരം എന്ന്. ജീവിതത്തിന്റെ ക്ലേശങ്ങളിൽ നിന്ന് വറ്റിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന് ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം വർഷിക്കണമെന്നുണ്ട് എങ്കിൽ തഖ്വയല്ലാതെ മറ്റൊരു പരിഹാരവുമില്ല. റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉസീകും ഇയ്യായ ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാലം ഏതായിരുന്നാലും അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. വാനദ്ദഹർ, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് കാലം. വലാ തസുബ്ബുദ്ദഹർ, ചൂട് കൂടിയാലും മഴ അധികമായാലും എന്തായിരുന്നാലും നമ്മൾ കാലത്തെ കുറ്റം പറയരുത്. കാലത്തെ നമ്മൾ കുറ്റം പറയരുത്, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഈ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യംനഉ സകാത അംവാലിഹിം, നിങ്ങൾ മുതലുകളുടെ സകാത്ത് തടഞ്ഞു വെക്കുന്നില്ല. ഇല്ലാ മുനിഉ അൽ ഖത്റ മിനസ് സമാ, പാവപ്പെട്ടവൻ അവകാശപ്പെട്ടിട്ടുള്ള നമ്മുടെ സമ്പത്തിൽ നിന്നുള്ള മുതൽ, അവന്റെ അവകാശം നമ്മൾ തടഞ്ഞു വെക്കുന്നില്ല. അള്ളാഹു ആകാശത്തു നിന്ന് മഴ തടഞ്ഞു വെച്ചിട്ടല്ല. 3 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം, നാളെ പരലോകത്ത് വരുന്ന സമയത്ത് റബ്ബിന്റെ കാരുണ്യം തൊട്ടുതീണ്ടാത്ത, അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത, സംസ്കരിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. ആ വിഭാഗം ആളുകളിൽ പെട്ട ഒരു വിഭാഗമാണ് റജുലുൻ അലാ ഫദ്ലി മാഇൻ ഫി ത്വരീഖി വയംനഉ മിൻഹു ബിനുസ് സബീൽ, തൻ്റെ അടുക്കൽ, തൻ്റെ ഉത്തരവാദിത്വത്തിൽ, തൻ്റെ നിയന്ത്രണത്തിൽ വെള്ളമുണ്ടായിട്ട്, തൻ്റെ കിണറ്റിൽ, തൻ്റെ വീട്ടിൽ തനിക്ക് ആവശ്യമായതിലപ്പുറം വെള്ളമുണ്ടായിട്ട് ആ വെള്ളത്തെ മറ്റുള്ളവർക്ക് തടഞ്ഞു വെക്കുന്നവൻ, മറ്റുള്ളവർ ചോദിക്കുന്ന സമയത്ത് അത് കൊടുക്കാതിരിക്കുന്നവർ. ചിലപ്പോൾ ഒരു 10 രൂപ കൊടുത്ത് 20 രൂപ കൊടുത്ത് വെള്ളം വാങ്ങിക്കുടിക്കാൻ ഒരു പക്ഷേ അവന് സാധിക്കുന്നുണ്ടായില്ല. ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ മടിയാണ്. അങ്ങനെ വഴിയാത്രക്കാർക്കും ആവശ്യക്കാർക്കും അയൽവാസികൾക്കും ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഉള്ള മാർഗം അന്വേഷിക്കാം. അങ്ങനെ പരസ്പരം അയൽപക്ക ബന്ധങ്ങളും ഒക്കെ ഊട്ടി ഉറപ്പിക്കേണ്ടത് സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അനുഗ്രഹം നൽകും. ആ ഒരുമിച്ച് കൂടലിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. അതോടൊപ്പം തന്നെ സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ്,
സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം wudu എടുക്കുന്ന സമയത്ത് ആർഭാടമായി wudu എടുക്കുകയാണ്. ആ സമയത്ത് റസൂൽ പറയുന്നു, നീ wudu എടുക്കുമ്പോൾ സൂക്ഷിക്കണം, wudu എടുക്കുമ്പോൾ നീ മാന്യമായിട്ട് അല്പം വെള്ളം ഉപയോഗിക്കണമെന്നും. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നു, അഫിൽ വുദൂഇ ഇസ്രാഫ്, ഈ wudu എടുക്കുന്ന സമയത്തുമുണ്ട് ഇസ്രാഫ്. വലു അലാ നഹരിൻ, നീ ഒരു പുഴയിൽ നിന്നാണ് wudu എടുക്കുന്നത് എങ്കിലും അത് 3-ൽ കൂടുതലാവരുത്. ആവശ്യത്തിന് അത്യാവശ്യത്തിന് കുറച്ച് വെള്ളത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് വീടുകളിൽ മക്കൾക്ക് ഒക്കെ നൽകേണ്ടുന്ന പാഠമാണ്. അനാവശ്യം ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനി ശയാത്തീൻ, പിശാചിന്റെ കൂട്ടാളികളാണ്. അമിതമായിട്ട് അത് വെള്ളമായിരുന്നാലും, ഒരാള് നന്നായിട്ട് കാറും ചെടിയും ഒക്കെ നടിക്കുന്നു, എന്നാൽ അയൽവാസികൾ അവർ വെള്ളത്തിന് കഷ്ടപ്പെടുകയാണ്. അസൂയയും അതേപോലെ തന്നെയുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാകാൻ അത് കാരണമായി തീരും. അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വന്ന് പറയുകയാണ്, ഞാൻ ഒരു യാത്രയിലായിരിക്കെയാണ് എൻ്റെ മാതാവ് മരണപ്പെട്ടത്. ആ സമയത്ത് എന്നെ ഉമ്മി ഖദ് മാതത് അതസദ്ദഖു അൻഹ, എനിക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ദാനം ചെയ്യണം. ഞാൻ എന്തെങ്കിലും ഒന്ന് അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് പുണ്യം കിട്ടാൻ, അവർക്ക് പ്രതിഫലം കിട്ടാൻ, അവർക്കൊരു ജാരിയായ സ്വതക്കയായി കൊണ്ട് ഖബറിലേക്ക് അവർക്ക് പുണ്യം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ റസൂൽ പറഞ്ഞു, നഅം, നീ കൊടുക്ക്, എന്തെങ്കിലും ദാനം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, അയ്യ സ്വദഖത്തി അഫ്ളൽ, ഏറ്റവും നല്ല സ്വതക്ക ഏതാണ്, ഏറ്റവും നല്ല ദാനം ഏതാണ്? തുസ്കിൽ മാഅ, നീ ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്ന അദ്ദേഹം, മദീനയിൽ വഴിയാത്രക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ മദീനയിലെ പള്ളിയിലുള്ള ആളുകൾക്ക്, അതേ പള്ളിയിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്രദമായ രൂപത്തിൽ അദ്ദേഹം ഒരു കിണർ കുഴിച്ചു. അതിന് ഉമ്മയുടെ പേരിൽ വഖഫാക്കുകയും ദാനം ചെയ്യുകയും ചെയ്തു. അതായിരുന്നു മദീനക്കാർക്ക് ഏറെക്കാലം ഉപകാരപ്രദമായിട്ടുള്ള സഖായത്തു സഅദ് ബിൽ മദീന, മദീനയിൽ സഅദിന്റെ വെള്ളം എന്നും. അത് നമ്മുടെ അത്തരം കാര്യത്തിൽ സ്വതക്കകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ വെള്ളം നൽകാനുള്ള മാർഗങ്ങൾ എന്തുണ്ടോ അതിൻ്റെ ഒരു സഹായികളായി ഇരിക്കണം നമ്മൾ എന്നുള്ളത് നമുക്കറിയാം. പ്രവാചകൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു കഥ, ഒരു നായക്ക്, ദാഹിച്ചു വലയുന്ന നായക്ക് പോലും വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗം അവർക്കുണ്ട് എന്ന് ആ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഏത് തരത്തിലുള്ള പച്ചക്കറികളുള്ള ഏത് ജീവിയോടും കരുണ കാണിക്കുന്നത് ഏറെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. ആ വെള്ളത്തെ തടഞ്ഞു വെക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിട്ട് നാം ഖേദിച്ച് മടങ്ങുക, അനാവശ്യമായ രൂപത്തിലുള്ള ഉപയോഗങ്ങൾ നമ്മൾ നിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اسقنا غيثا مغيثا مريعا نافعا غير الضار. اللهم اسقنا غيثا مغيثا مريعا نافعا غير الضار. اللهم اسقنا غيثا مغيثا مريعا نافعا غير الضار. اللهم أنت الله لا إله إلا أنت الغني ونحن الفقراء. أنزل علينا الغيث واجعل لنا ما أنزل لنا قوة وبلاء. اللهم إنا أسألك خيرها وخير ما فيها وخير ما أرسلت به. اللهم لا تقتلنا بغضبك ولا تهلكنا بعذابك واعفنا قبل ذلك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم يا مقلب القلوب ثبت قلوبنا على طاعتك. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. صلى الله على نبينا محمد.